അരിതമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇത് ചെയ്യേണ്ടത് ലോജിക് യൂസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ ഞാനൊന്ന് പറയുകയാണ്. ഫിഫ്ത്ത് ടേം 42. ഞാനിപ്പോ ഇവിടെ എഴുതി ഫിഫ്ത്ത് ടേം 42. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അടുത്തത് ഏത് ടേമാ എഴുതിയത്? എയ്ത്ത് ടേം. കണ്ടോ, ഈ എയ്ത്ത് ടേം താഴത്താണ് ഞാൻ എഴുതിയത്. എയ്ത്ത് ടേം എത്രയാണ്? എയ്ത്ത് ടേം 62. ക്ലിയർ അല്ലേ? ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചത് സെക്കൻഡ് ടേം ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചത് സെക്കൻഡ് ടേം ആണ്. സെക്കൻഡ് ടേം നമ്മൾ ഇവിടെ താഴത്താണോ മുകളിലാണോ എഴുതേണ്ടത്? മുകളില്. സെക്കൻഡ് ടേം ഇവിടെയാണ് ഉണ്ടാവുക. സെക്കൻഡ് ടേം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. കണ്ടോ, ഈ 8 5 മൈനസ് ചെയ്തു അല്ലേ? എത്ര? 3. 5 വീണ്ടും 3 മൈനസ് ചെയ്ത് 2. ഇതൊരു ഓർഡറിലാണ് എഴുതിയിട്ടുള്ളത് അല്ലേ? ഇതൊരു ഓർഡറിലാണ് എഴുതിയിട്ടുള്ളത് ആണോ? കണ്ടോ, 8 3 മൈനസ് ചെയ്തപ്പോ 5, 5 3 മൈനസ് ചെയ്തപ്പോ 2. ഇതൊരു ഓർഡറിൽ എഴുതിയാൽ ആൻസറും വരുന്നത് ഓർഡറിൽ തന്നെയായിരിക്കും. 62 42 ആയി. 42 എന്താവുക? 22. 20 മൈനസ് ചെയ്തത്. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 14th ടേം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതും ഓർഡറിലാണ്. നോക്കൂ ഓർഡറിലല്ലടാ ഇത്. കണ്ടോ, 2ന്റെ കൂടെ 3 ആഡ് ചെയ്തു 5 ആയി അല്ലടാ. 5ന്റെ കൂടെ 3 ആഡ് ചെയ്തു 8 ആയി. 8ന്റെ കൂടെ വീണ്ടും ഏതാ ആഡ് ചെയ്തു? 8ന്റെ കൂടെ ഏതാ ആഡ് ചെയ്തത്? പറയടാ. 8ന്റെ കൂടെ ഏതാണ് ആഡ് ചെയ്തത്? 8ന്റെ കൂടെ 3 ആഡ് ചെയ്തത് എത്ര വരിക? 11. ഇവിടെ ഒരു ടേമും കൂടി ഉണ്ട്. അപ്പൊ ആ ടേമും കൂടി നിങ്ങൾ അവിടെ എഴുതി കൊടുക്കണം. കണ്ടോ, ഇത് തന്നിട്ടില്ല. 11 ആയോ? ആയോ? ആയിട്ടില്ല. ഏതാ കാണണ്ടത്? 4. അപ്പൊ വീണ്ടും 3 ആഡ് ചെയ്തു 14. എത്തിയില്ലേ? എത്തിയില്ലേ മക്കളെ? മനസ്സിലായോ? കണ്ടോ, ഇതൊരു 3 ആഡ് ചെയ്തു, വീണ്ടും ഒരു 3 ആഡ് ചെയ്തു. ഇവിടെയാണ് പ്രശ്നമില്ല. ചിലപ്പോ ഒരു പ്രാവശ്യം ആഡ് ചെയ്താൽ കിട്ടൂല. അപ്പൊ വീണ്ടും ആഡ് ചെയ്ത് നോക്കണം. ക്ലിയർ ആണോ? ഇതൊരു ഓർഡറിലല്ലേടാ. കണ്ടോ, 2 3 ആഡ് ചെയ്തപ്പോ 5 ആയി. 5ന്റെ കൂടെ 3 ആഡ് ചെയ്തപ്പോ 8 ആയി. 8ന്റെ കൂടെ 3 ആഡ് ചെയ്തപ്പോ 11 ആയി. 11ന്റെ കൂടെ 3 ആഡ് ചെയ്തപ്പോൾ എന്തായി? 14 ആയി. സോ ആൻസറും ആഡ് ചെയ്ത് പോയിക്കോളൂ. 22 42 ആയി. 42 62 ആയി. 62 എന്താവും? 82. 82 വീണ്ടും 20 ആഡ് ചെയ്താൽ എന്തായി? 102. ഈ ആൻസർ കിട്ടിയതെന്ന് കൈ നോക്കിക്കാം. വെരി സിമ്പിൾ ആണ്. ഈ 2 ആൻസർ ആണ് ആൻസർ അല്ലേ? സോ ആൻസർ ഇങ്ങനെ എഴുതി വെച്ചാൽ മാത്രം പോരാ, ഇത് എടുത്ത് എഴുതി വെച്ചാലേ മാർക്ക് കിട്ടുള്ളൂ. വാട്ട് ഈസ് എ ക്വസ്റ്റ്യൻ ആൻസർ? വാട്ട് ഈസ് എ ക്വസ്റ്റ്യൻ ആൻസർ? സെക്കൻഡ് ടേം എന്താണെന്നാണ് എ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് സെക്കൻഡ് ടേം? അത് മറ്റൊന്നുമല്ല. വാട്ട് ഈസ് സെക്കൻഡ് ടേം? 22. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? വാട്ട് ഈസ് 14th ടേം? എന്താ മക്കളെ 14th ടേം? നിങ്ങളൊന്ന് പറഞ്ഞാടാ. 14th ടേം ഏതാണ്? 102. ഇത് ക്ലിയർ ആയി മനസ്സിലായോ? ഇതൊരു ഓർഡറിലാണ് വരുന്നത്. കണ്ടോ, 3 ആഡ് ചെയ്തു 3 ആഡ് ചെയ്തു 3 ആഡ് ചെയ്തു. ആൻസർ 20 ആഡ് ചെയ്തു 20 ആഡ് ചെയ്തു 20 ആഡ് ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ 18th ടേമിന്റെ 18 ടേംസിന്റെ സമ്മാണ് ചോദിക്കുന്നത്. ഏതാ ഇക്വേഷൻ? Sn is equal to n/2 into പറടാ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. പറഞ്ഞ n എന്ന പ്ലേസിൽ എന്ത് കൊടുക്കണം? n എന്ന പ്ലേസിൽ എന്ത് കൊടുക്കണം? 18. സോ നിങ്ങളൊന്ന് പറഞ്ഞ S18. ആൻസർ പറയാം. 18/2. ഫസ്റ്റ് ടേം എന്ത് കൊടുക്കണം? ഫസ്റ്റ് ടേം ഏതായിരിക്കും? x1. ലാസ്റ്റ് ടേം 18 ടേംസിന്റെ സമ്മ് കാണാണ്ട്. ആരാണ് ലാസ്റ്റ് ടേം? x18. മാലയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കണം. 19 ഇവിടെ കിട്ടുന്ന ഏതെങ്കിലും നമ്പേഴ്സ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. 19 ഇവിടെ കിട്ടുന്ന ഏതെങ്കിലും ഉണ്ടോ? കണ്ടോ, ഇത് ആഡ് ചെയ്ത 19 ആണ്. അപ്പൊ 19 ഇവിടെ കിട്ടുന്ന ഏതെങ്കിലും ഉണ്ടോ നോക്കുക. ഏതെങ്കിലും കിട്ടുമോ? 18/2 9. 19 കിട്ടുന്ന ഏതെങ്കിലും ഉണ്ടോ ഇതില്? ഏതാ? ഇവിടെ തന്ന ഞാനെന്ന് എഴുതുകയാണ്. x1 പ്ലസ് x18 ആണ് നമുക്ക് കാണേണ്ടത് അല്ലെ? ഇതിന്റെ പെയർ എത്രയാണ്? 19 ആണ് ഇതിന്റെ പെയർ അല്ലേ? ഇതേ പെയറുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ നോക്കുക. ആരെങ്കിലും ഉണ്ടോ? ആരാണ്? ആരാണ്?
5ഉം ഇതും അല്ലേ? ഇത് 2 ടേം അല്ലേ? അല്ലടാ, അല്ലേ? യെസ്. സോ ഈ 2 ടേമാണ്, ഈ 2 ടേമാണ് വരുന്നത് ഈ ടേം അല്ലേ? അല്ലേ? സോ അത് ഞാൻ എടുത്ത് എഴുതുകയാണ്. ഇതെങ്ങനെയാണ് എടുത്ത് എഴുതുക? 5th ടേമും 14th ടേമും കൂടി ആഡ് ചെയ്താൽ അതിന്റെ പെയർ സം എത്രയാണ്? പെയർ സം എത്രയാടാ? 19. സോ ഇതിന്റെ ആൻസർ നമുക്കറിയാം. 5th എത്രയെന്ന് നോക്കിയിട്ട് അവിടെ 5th 42 അല്ലേ? 42 102 ആഡ് ചെയ്താൽ എത്രയാണ് ആൻസർ? 42 102 ആഡ് ചെയ്താൽ എത്രയാണ്? 144. ഇത് 144 ആണെങ്കിൽ ഈ പെയറും എന്ത് തന്നെയായിരിക്കും? 144. എന്തുകൊണ്ടാണ് ഈ 2 പെയറും സെയിം ആയത്? നമ്മളിങ്ങനെ മാറിടുന്ന ആൻസറുകൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ മൾട്ടിപ്പിൾ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. എത്രയാണ് ആൻസർ? 9 into 144 എത്രയാണ് ആൻസർ? 1296. സിമ്പിൾ അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചോളൂ.